الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മതകീയമായ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്തിലും അനുഷ്ഠാനങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് നമ്മൾ പറഞ്ഞു വയ്ക്കുകയുണ്ടായി. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മതം കടന്നു വരേണ്ടവരാണ് നമ്മൾ. അത്തരം ജീവിതങ്ങളിൽ സംഭവിച്ചു പോകുന്ന അതിരുകവിച്ചുകലുകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ 2 ആഴ്ചകളായി നമ്മൾ തുടർച്ചയായി സംസാരിച്ചു വരുന്നത്. മതം എന്ന് പറയുന്നത് കേവല വൈകാരികമായ തലത്തിൽ മാത്രം നിൽക്കുമ്പോൾ മതത്തിൻ്റെ യഥാർത്ഥമായ സത്തയും ആശയവും അതിൻ്റെ ഗുണങ്ങളും ലഭിക്കാത്തവരായി നമ്മൾ മാറിപ്പോകുന്നുണ്ട്. അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് മതം അതിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് കൃത്യമായി പഠിക്കാൻ തയ്യാറാവുക എന്നതാണ്. ആ പഠനത്തോടൊപ്പം കാലികമായി മത ആശയങ്ങളെ എങ്ങനെയാണ് പൊതുജന സമക്ഷത്തെങ്കിൽ എങ്ങനെയാണത് പ്രാവർത്തികമാക്കുക എന്നൊരു തിരിച്ചറിവ് കൂടി നമുക്കുണ്ടായിരിക്കണം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രതികരണങ്ങളെ സംബന്ധിച്ചാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ എന്ന് പറയുന്നത്. അത് അനുകൂലമായും പ്രതികൂലമായിട്ടും ഉണ്ടാകുന്ന സംഗതികൾ അതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ വ്യത്യസ്തങ്ങളായ ആളുകൾക്കിടയിൽ ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവർ സംസാരിക്കണമെന്നും നമ്മൾ ചിന്തിക്കുന്നത് പോലെ എല്ലാവരും ചിന്തിക്കണമെന്നും നമ്മൾക്ക് ആഗ്രഹിക്കാൻ വകുപ്പില്ലാത്തതാണ്. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളുടെ പ്രതികരണങ്ങളും അവരുടെ ചിന്തകൾക്കും ഏതു വിധത്തിൽ പ്രതികരിക്കണമെന്നുള്ളത് മതപരമായ നമ്മുടെ തിരിച്ചറിവിൻ്റെ ഭാഗമാണ്. മുസ്ലിം സമൂഹത്തിന് അടുത്ത ഒരുപാട് നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രംഗത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അപജയങ്ങളാണ്. പ്രതികരണങ്ങളിൽ നമ്മൾ തോറ്റുപോകുന്നു. ശത്രുക്കളുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ നമ്മൾ ചട്ടുകങ്ങളായി മാറിപ്പോകുന്നു. എന്താണോ നമ്മുടെ പ്രതിയോഗികൾ ആഗ്രഹിക്കുന്നത്
ആ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നിടത്തേക്ക് നമ്മളായി പോകുന്നുണ്ട് അറിയാതെ. ഡെൻമാർക്കിലെ ഒരു പത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചപ്പോൾ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ അതിനോടുള്ള പ്രതികരണം ഷാർലെ എബ്ദോ എന്ന് പറയുന്ന വൃത്തികെട്ട പത്രത്തിന് മുൻകാലങ്ങളിലൊന്നുമില്ലാത്തൊരു സർക്കുലേഷൻ വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ടത് നിമിത്തമായി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വിമർശകർ ആഗ്രഹിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് അവരുടെ വാണിജ്യപരമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കലും കൂടുതൽ പോപ്പുലാരിറ്റി ഉണ്ടാക്കലുമാണ്. ആ ലക്ഷ്യത്തെ നമ്മൾ സാക്ഷാത്കരിച്ചു കൊടുക്കുന്നു. ഇവിടെ തൊടുപുഴയിലെ സാറ് ചെയ്തത് തൻ്റെ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുന്ന വിധത്തിൽ അദ്ദേഹം പ്രവാചകനെ അപകീർത്തിപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായും വിശ്വാസികളെ പ്രകോപിപ്പിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ടൂൾസാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അതിനോടുള്ള സമുദായത്തിൻ്റെ പ്രതികരണമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ന്യായവും സത്യവും ഒക്കെ നമ്മളുണ്ടായിട്ടും നമ്മൾ നിരാകരിക്കപ്പെടുന്നവരും അക്രമികൾ അങ്ങേയറ്റം ആഘോഷിക്കപ്പെടുന്നവരും. ഇന്ന് ആ മാഷിൻ്റെ പുസ്തകം ആത്മകഥ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നൊരു പുസ്തകമായി മാറിയിരിക്കുകയും പറഞ്ഞു വരുന്നത് ഈ വിഷയങ്ങളിലൊക്കെയും നമ്മൾ സ്വീകരിക്കേണ്ടുന്ന പ്രാമാണികമായ നിലപാടുകൾ എന്താണ് എന്ന് നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. അവിടെ കൊച്ചു കൊച്ചു അഭിപ്രായങ്ങളോട് പോലും നമ്മൾ പ്രകടിപ്പിക്കുന്ന പ്രതികരണങ്ങൾ പക്വമാകാൻ, ഇസ്ലാമികമാകാൻ അത് നമ്മെ പ്രേരിപ്പിക്കും. ആമുഖമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ച വചനം ഖുർആനിലെ 41-ാമത്തെ അധ്യായം സൂറ ഫുസ്സിലത്തിലെ 34-ാമത്തെ വചനമാണ്. ആ ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത് വലാ തസ്തവിൽ ഹസനത്തു വലസ്സയ്യിഅ, ഒരിക്കലും നന്മയും തിന്മയും സമമാവുകയില്ല. ആർക്കാണത് അറിയാൻ പാടില്ലാത്തത്? നന്മയും തിന്മയും സമമാവുകയില്ല എന്നത് സർവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരാശയത്തെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹു പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലത് കൊണ്ട് നിങ്ങൾ പ്രതികരിക്കണം. നിങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ ഏറ്റവും നല്ലതായിരിക്കണം. ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ, അങ്ങനെ നിങ്ങൾ പ്രതികരിക്കുകയാണെങ്കിൽ നിങ്ങളും ഏതൊരാളും തമ്മിൽ ശത്രുത ഉണ്ടായിട്ടുണ്ടോ ആ ആൾക്ക് അന്നഹു വലിയുൻ ഹമീം, അയാൾ നിങ്ങളുടെ ഉറ്റബന്ധവും അതേപോലെ തന്നെ ആത്മമിത്രവും ഒക്കെ ആയിത്തീരുന്നതാണ്. ഒരു സമീപനത്തെ സംബന്ധിച്ച് അല്ലാഹു പറയാൻ, സമൂഹത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും മോശമായ സംഗതിക്ക് നല്ലത് കൊണ്ട് നിങ്ങൾ പ്രതികരിക്കുക. ആ പ്രതികരണം ശത്രുവിൻ്റെ ലക്ഷ്യത്തെ നിരാകരിക്കുമെന്ന് മാത്രമല്ല, അയാൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവനായി മാറിപ്പോകും. ആയുധം കൊണ്ട് ആളുകളെ കീഴടക്കുന്ന രീതിയാണ് നമുക്ക് പരിചയമുള്ളത്. മൽപ്പിടുത്തം കൊണ്ട് ആളെ മലർത്തിയടിക്കുന്ന രീതിയാണ് നമുക്ക് പരിചയമുള്ളത്. അള്ളാഹു പറഞ്ഞു തരുന്ന ഈ വചനം സമീപന രീതിയിലൂടെ ഒരാളെ മലർത്തിയടിക്കുന്നതിനേക്കാൾ കൃത്യമായി അയാളെ കീഴടക്കാൻ കഴിയുന്ന ഒരു കൃത്യമായ ടിപ്സാണ് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ അയാൾ ഇങ്ങനെയാകുമെന്ന്. പ്രതികരണം എന്നുള്ളത് ജന്തുസഹജമായിട്ടുള്ള ഒരു വൈകാരിക തലമാണ്. ഏത് കാര്യങ്ങളോടും പ്രതികരിക്കുക എന്നുള്ളത്. ഇസ്ലാം അവിടെ വരുത്തിയ മാറ്റം എന്താണ്? ആ ജന്തുസഹമായിട്ടുള്ള ആ ജൈവശാസ്ത്രപരമായിട്ടുള്ള രീതിയെ ഇസ്ലാം കൃത്യമായി സംസ്കരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സംസ്കരണത്തിന് വിധേയമായിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടുന്ന രീതിയെ സംബന്ധിച്ച് ഖുർആനിൽ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. ഖുർആനിലെ 7-ാമത്തെ അധ്യായം സൂറ അറാഫിലെ 197-ാമത്തെ വചനം അള്ളാഹു പറയുകയാണ്, ഖുദിൽ അഫ്വ, നീ വിട്ടുവീഴ്ച സ്വീകരിച്ചു കൊള്ളുക. വഅ്മുർ ബിൽ ഉർഫി, സദാചാരം കൊണ്ട് കൽപ്പിക്കുക. വഅഅ്രിദ് അനിൽ ജാഹിലീൻ, വിവരദോഷികളിൽ നിന്ന് നീ വിട്ടുനിൽക്കുക, തിരിഞ്ഞു കളഞ്ഞേക്കുക. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ ആയത്ത് അവതരിച്ചപ്പോൾ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം ബഗവി രേഖപ്പെടുത്തുകയാണ്, പ്രവാചകൻ
സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനോട് ചോദിച്ചു, മാഹാദ, എന്താണിത്? ഈ ആയത്തിലൂടെ എന്താണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്? ജിബ്രീൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്ന റബ്ബക യഅ്മുറുക അൻ തസില മൻ ഖിത്തഅക. അള്ളാഹുവിൻ്റെ ദൂതരെ, അങ്ങയുടെ രക്ഷിതാവ് പറയുന്നത്, കൽപ്പിക്കുന്നത്, താങ്കളോട് ബന്ധം വിച്ഛേദിച്ച ആളുകളോട് ബന്ധം ചേർക്കണമെന്നാണ് പറയുന്നത്. ആ ആയത്തിൻ്റെ താല്പര്യം അതാണ് എന്ന് പറയുന്നത്. ആരാണോ താങ്കൾക്കുള്ള സഹായങ്ങൾ മുടക്കിയത്, താങ്കൾക്ക് ലഭിക്കേണ്ട ന്യായമായ അവകാശങ്ങൾ ആര് തടഞ്ഞുവോ അവർക്ക് താങ്കൾ കൊടുക്കണമെന്നാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. ആരാണോ താങ്കളോട് അക്രമം ചെയ്തത്, ആ അക്രമികളോട് വിട്ടുവീഴ്ച ചെയ്യുവാനുമാണ് കൽപ്പിക്കുന്നത്. എന്നാലോചിച്ച് നോക്കൂ, നമുക്കൊരിക്കലും ഇഷ്ടമില്ലാത്ത കുറേ സംഗതികളാണ് പറയുന്നത്. നമ്മൾ ആരുമായിട്ടാണ് തോളിൽ കൈവയ്ക്കാൻ ഇഷ്ടപ്പെടുന്നത്? നമ്മളോട് താല്പര്യമുള്ളവർ. ആരുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത്? നമ്മുടെ വീട്ടിലേക്ക് വരുന്നവരോട്. നമ്മുടെ വീട്ടിലേക്ക് വരാത്തവരോടോ നമ്മളെ കാണുമ്പോൾ തിരിഞ്ഞു നടക്കുന്നവരോട് ഒരു ബന്ധം ചേർക്കാൻ നമുക്ക് ആർക്കും താല്പര്യമില്ല. എന്നാൽ അള്ളാഹു തിരുത്തുകയാണ്. അങ്ങനെയുള്ളവരോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്ന് പറയുന്നത് അവരോട് നിങ്ങൾ ബന്ധം ചേർക്കണമെന്നതാണ്. ആർക്കാണ് നമ്മൾ കൊടുക്കുക? നമുക്ക് നൽകിയവർക്ക് നമ്മൾ കൊടുക്കും. നമ്മളോട് തിരിഞ്ഞു കളഞ്ഞവരോട്, നമുക്ക് അവകാശപ്പെട്ട് തടഞ്ഞവരോട് നമ്മളൊന്നും നൽകുകയില്ല. എന്നാൽ അവിടെ അള്ളാഹു കൽപ്പിക്കുന്ന നേരെ തിരിച്ചാണ്. നിനക്കാര് തടഞ്ഞവോ അവിടെ നീ കൊടുക്കണമെന്നാണ് പറയുന്നത്. അതേപോലെ നിന്നെ ദ്രോഹിച്ചവരാരാണോ അവരോട് നീ വിട്ടുവീഴ്ച ചെയ്യണമെന്നത് ഒരു വലിയ പ്രയാസമുള്ള സംഗതിയാണ്. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ജീവിതത്തിൽ അത് അത്ര കണ്ട് ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളത് വേറെ കാര്യം. പക്ഷെ പ്രാമാണികമായ പഠനത്തിൽ, പ്രതികരണങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങളിൽ വളരെ കൃത്യമായി അള്ളാഹു അവൻ്റെ പ്രവാചകനും പഠിപ്പിക്കുന്ന അധ്യാപനങ്ങൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആനിലെ 25-ാമത്തെ അധ്യായം സൂറ ഫുർഖാനിൻ്റെ അവസാന ഭാഗം പരമകാരുണ്യകന്റെ ദാസന്മാരെ പറ്റി പറയുകയാണ്, അവരുടെ ലക്ഷണങ്ങൾ പറയുകയാണ്. ആ കൂട്ടത്തിൽ ആദ്യമായി പറയുന്നത് വഇദാ ഖാത്തബഹുൽ ജാഹിലൂന ഖാലു സലാം. അവിവേകികളുമായി സംസാരിക്കേണ്ടി വന്നാൽ, അവിവേകികളുമായി സംസാരിക്കുന്ന സന്ദർഭത്തിൽ എന്ത് സംഭവിക്കും? നമ്മൾ അവിവേകപരമായി പെരുമാറാൻ നിർബന്ധിതനായി പോകും. ഇങ്ങോട്ട് കിട്ടുന്നതൊക്കെ നെഗറ്റീവ് സ്ട്രോക്കുകളാണ്. അവിടെ പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റില്ല. അയാളെ നമുക്ക് അതിജയിക്കണമെങ്കിൽ അതുപോലെ മോശത്തരങ്ങൾ പറയേണ്ടി വരും. തെറി പറയുന്നവരോട് തിരിച്ച് തെറി പറയേണ്ടി വരും. അന്യായം പറയുന്നവരോട് തിരിച്ച് അന്യായം പറയേണ്ടി വരും. അതാണ് നാട്ടു നടപ്പെന്ന് പറയുന്നത്. എന്നാൽ അവിടെ നിങ്ങൾ ശീലിക്കണം. എന്താണ്? മാന്യമായി പറഞ്ഞൊഴിയാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നതാണ്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഇബ്നു കസീർ പറയാം, ഇദാ സഫ്യഹു അലൈഹിമുൽ ജാഹിലു ബിസ്സയ്യിഅ ലം യുഖാബിലുഹും അലൈഹി ബിമിസ്ലി. ഒരു തോന്നിവാസിയായ അവിവേകിയായ ഒരു മനുഷ്യൻ ഒരു തിന്മയുമായി നിന്റെ അടുത്ത് വന്നാൽ തത്തുല്യമായ തിന്മ കൊണ്ട് നീ പ്രതികരിക്കരുത് എന്ന്. ഒരാളൊരു തെറിയുമായി വന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുന്നത് തെറിയായി കൂടാ എന്നതാണ്. അതേ രീതിയിൽ നന്മ കൊണ്ട് പ്രതികരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നുള്ളത്. ഖുർആനിലെ 28-ാമത്തെ അധ്യായം സൂറ ഖസസിലെ 55-ാമത്തെ വചനം വഇദാ സമിഉൽ ലഗ്വ അഅറദു അൻഹു. പ്രധാവിലായിട്ടുള്ള വ്യക്തമായ കാര്യങ്ങൾ കേട്ടാൽ ഒരു കാര്യമില്ല, ഒരു നയാ പൈസയുടെ ഗുണമില്ല, മനുഷ്യർക്ക് ആർക്കും ഒരു ഉപകാരവുമില്ലാത്തത് അത്തരം സംഗതികൾ കേട്ടാൽ നിങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞിരിഞ്ഞു പോകണം. വഖാലു, നിങ്ങൾ അത്തരം ആളുകളോട് പറയണം, ലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും. ഞങ്ങൾക്ക് ഞങ്ങളുടെ പണി, നിങ്ങൾക്ക് നിങ്ങളുടെ പണി എന്ന് പറയണം. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സലാം. ലാ നബ്തഗിൽ ജാഹിലീൻ, വിവരദോഷികളായ ആളുകളെ, മൂഢന്മാരായ ആളുകളെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമായിട്ടുള്ള സംഗതികളിൽ നിന്ന് മാന്യമായി മാറിപ്പോകണമെന്നതാണ് വിശ്വാസികളോട് അള്ളാഹു ആഹ്വാനം ചെയ്യുന്നത്. ഒരു സാമൂഹ്യ ജീവിതത്തിൽ കുത്തുവാക്കുകളും ആക്ഷേപങ്ങളും അതേപോലെ തന്നെ
ആരോപണങ്ങളുമൊക്കെ നിരന്തരമായി കേൾക്കേണ്ടി വരിക എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമാണ്. അതിനോടുള്ള പ്രതികരണം എങ്ങനെയായിരിക്കണം? ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറ ആൽ ഇമ്രാനിലെ 186-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ലതസ്മഉന്ന മിനല്ലദീന ഉത്തുൽ കിതാബ മിൻ ഖബ്ലിക്കും, പൂർവികരായ വേദക്കാരിൽ നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും. വമിനല്ലദീന അശ്റകു, അതേപോലെ ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് നിങ്ങൾ കേൾക്കും. അതൻ കസീറൻ, ധാരാളം കുത്തുവാക്കുകളും ആക്ഷേപങ്ങളും നിങ്ങൾ കേൾക്കും. വഇൻ തസ്ബിറു വതത്തഖു, ആ ആക്ഷേപങ്ങളോട് തിരിച്ചങ്ങോട്ട് ആക്ഷേപങ്ങളല്ല, അവിടെ നിങ്ങൾ ക്ഷമിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുക. ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, ആ വചനം അവസാനിപ്പിക്കുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. ഇത് ദൃഢനിശ്ചയം ചെയ്യപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ്. പടച്ചവൻ ദൃഢനിശ്ചയം ചെയ്യപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണിത്. വിശ്വാസികൾക്ക് എക്കാലത്തും ആക്ഷേപങ്ങളും കുത്തുവാക്കുകളും പരിഹാസങ്ങളും ഒക്കെ ഉണ്ടാകും. ആ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ അവർ തിരിച്ചു ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അതിൽ ക്ഷമ അവലംബിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യണമെന്നതാണ്. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് നൽകുന്ന ഉപദേശങ്ങളിൽ 31-ാമത്തെ അധ്യായം അതിൽ 17-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, വസ്ബിർ അലാ മാ അസ്വാബക, നിന്നെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നീ ക്ഷമ കൈക്കൊള്ളേണ്ടതുണ്ട്. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അള്ളാഹു ദൃഢനിശ്ചയം ചെയ്യപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ്. പ്രയാസങ്ങളോടുള്ള നിങ്ങളുടെ പ്രതികരണം ക്ഷമയിലൂടെ ആകണമെന്ന് പറയുന്നത്. നോക്കൂ, നിങ്ങൾ ഒരു സാമൂഹ്യ ജീവിതത്തിൽ കിംവദന്തികൾ കേൾക്കാറുണ്ട്. പലപ്പോഴും നമ്മെ പ്രകോപിപ്പിക്കുന്നതാണ്, ചിലപ്പോഴെങ്കിലും നമുക്ക് ആശ്വാസമുണ്ടാകുന്ന വാർത്തകളുമാകാം. രണ്ടു വന്നാലും എങ്ങനെയായിരിക്കണം? പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു വാക്കിൻ്റെ പിന്നാലെ, ഒരു വാർത്തയുടെ പിന്നാലെ പോയി നമ്മൾ വലിയ ദുരന്തത്തിലേക്ക് പോയി ചാടാറുണ്ട്. ഖുർആൻ അതിന് നിർദ്ദേശിക്കുന്ന മാർഗദർശനങ്ങൾ 4-ാമത്തെ അധ്യായം സൂറ നിസായിലെ 83-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഫഇദാ ജാഅഹും അംറുൻ മിനൽ അംനി അവൽ ഖൗഫ്, അവർക്ക് ഏതെങ്കിലും നിലക്കുള്ള സമാധാനത്തിൻ്റെയോ അതല്ലെങ്കിൽ യുദ്ധഭീതിയുടെയോ ഒരു വാർത്ത വന്നു കിട്ടിയാൽ അദാഉ ബിഹി, അവരതിനെ പ്രചരിപ്പിക്കുകയായി. എന്നിട്ട് അല്ലാഹു പറയാണ്, വലൗ റദ്ദൂഹു ഇലർ റസൂലി വ ഇലാ ഉലിൽ അംരി മിൻഹും, അവരാ വിഷയം അള്ളാഹുവിൻ്റെ റസൂലിലേക്കും അതേപോലെ അവരിലെ കൈകാര്യകർത്താക്കളിലേക്കും കാര്യവിവരമുള്ളവരിലേക്കും അത് മടക്കുകയാണ് എങ്കിൽ ലഅലിമഹുല്ലദീന യസ്തംബിത്തൂനഹു മിൻഹും, തീർച്ചയായും അവരത് കൃത്യമായി പഠിക്കുകയും നിരീക്ഷിച്ചതിൽ നിന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും ചെയ്യുമായിരുന്നു. ഒരു വാർത്ത കിട്ടി ഉടനെ പ്രതികരിക്കാതെ കാര്യഗൗരവമുള്ള ആളുകളൊന്ന് ഒരുമിച്ച് കൂടി അതിൻ്റെ നിജസ്ഥിതിയെ സംബന്ധിച്ചും അതിൻ്റെ ഉറവിടത്തെ സംബന്ധിച്ചും കൃത്യമായി പഠിച്ചിരുന്നുവെങ്കിൽ അതായിരുന്നു അവർക്ക് ഗുണകരമായത്. എന്നിട്ട് അല്ലാഹു പറയണു, നോക്കൂ നിങ്ങൾ, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും, നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ ഔദാര്യമില്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിൻ്റെ കാരുണ്യം നിങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ ലത്തബഅ്തുമുശ് ശൈത്താന ഇല്ലാ ഖലീല, വളരെ കുറച്ച് ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെയും പിശാചിൻ്റെ പാതയെ പിൻപറ്റുമായിരുന്നു എന്ന് അല്ലാഹു പറയുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യവും ഔദാര്യവും ഒക്കെ നിലനിൽക്കുന്ന നിങ്ങൾ എന്ത് വേണം? കിംവദന്തികളോടുള്ള നിങ്ങളുടെ പ്രതികരണത്തെ സംബന്ധിച്ച് പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. വിശ്വാസം കുറഞ്ഞ ആളുകൾ സമൂഹത്തിലുണ്ടാകും. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ വേഷം അണിഞ്ഞു നടക്കുന്ന മുനാഫിക്കുകളായ കപടവിശ്വാസികളായ ആളുകളുണ്ടാകും. പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെയും അത്തരം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പുതിയ കാലഘട്ടത്തിൽ അവരൊന്നും ഉണ്ടാവുകയില്ല എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധ്യമല്ല. അത്തരം ഒരു ഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായാൽ സമൂഹത്തിൻ്റെ ഭദ്രതയ്ക്കും അതേപോലെ തന്നെ ആരോഗ്യപരമായ ഇടപെടലിനും ഏറ്റവും നല്ലത് ആ വിഷയത്തെ കൂലങ്കഷമായി പഠിക്കുക എന്നതാണ്. ഖുർആനിൽ 49-ാമത്തെ അധ്യായം സൂറ ഹുജറാത്തിലെ 6-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ, നിങ്ങളിലെ തോന്നിവാസിയായ ഒരാൾ നിങ്ങളിലേക്കൊരു വൃത്താന്തവുമായി വരികയാണ് എങ്കിൽ
ഫതബയ്യനു അൻ തസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. ഫതബയ്യനു, നിങ്ങൾ അത് വ്യക്തമായി അന്വേഷിക്കേണ്ടതുണ്ട്. അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. നിങ്ങൾ അതിൽ ഇടപെടുകയും നിങ്ങളുടെ ആ ഇടപെടൽ മറ്റുള്ളവർക്ക് പ്രയാസമേൽപ്പിക്കുക വഴിയായി പിന്നീട് നിങ്ങൾക്ക് ഖേദിക്കാതിരിക്കാൻ നല്ലത് നിങ്ങൾ അതിൻ്റെ ഉറവിടത്തെ സംബന്ധിച്ച് വ്യക്തമായി അന്വേഷിക്കണമെന്നത്. ഇതിന് പൊതുവായിട്ടുള്ളതാണ് എങ്കിൽ നമുക്ക് തന്നെയും വിശ്വാസികൾക്കിടയിൽ പോലും അന്ധചിന്തത ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെയും ഒരുപാട് നടക്കുന്നൊരു കാലഘട്ടത്തിൽ അത്തരം ഒരു വിഷയത്തോട് എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. ഖുർആനിലെ 24-ാമത്തെ അധ്യായം സൂറ നൂറിലെ 12-ാമത്തെ വചനം. അത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ വിശ്വാസികൾ സ്വീകരിക്കേണ്ട സമീപനത്തെ സംബന്ധിച്ച് ഖുർആൻ കൃത്യമായി പറയുകയാണ്. ഈ ആയത്തിനൊരു അവതരണ പശ്ചാത്തലമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അപവാദം പ്രചരിക്കുകയാണ്. പ്രവാചകന്റെ അനുചരന്മാർ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിലാണതെന്ന് ഓർക്കണം. അല്ലാഹ് പറയുന്നത് നോക്കൂ നിങ്ങൾ, ലൗലായി സമയത്തുമൂഹു തന്നൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ബി അൻഫുസിഹിം ഖൈറാ. വിശ്വാസികളെ സംബന്ധിച്ചൊരു മോശമായ സംഗതി ഒരു വാർത്ത പ്രചരിപ്പിച്ചപ്പോൾ തങ്ങളെ സംബന്ധിച്ച് എന്തുകൊണ്ടവർ നല്ലത് വിചാരിച്ചില്ല. ഒരു വാർത്ത കേട്ടപ്പോൾ നമ്മുടെ ഒപ്പം തോളോട് തോള് ചിരുമ്മി 5 നേരം പള്ളിയിൽ നമസ്കരിക്കുന്ന ഒരാളെ പറ്റി ഒരു വേണ്ടാധീനം കേൾക്കുമ്പോൾ പണ്ട് എനിക്ക് അവനോട് സംശയമുണ്ട് എന്ന രീതിയിലല്ല പോകേണ്ടത്. നിങ്ങൾ നല്ലത് വിചാരിക്കണം എന്നതാണ്. അതാണ് അള്ളാഹുവിൻ്റെ തീരുമാനം എന്ന് പറയുന്നത്. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. വഖാലു ഹാദാ ഇഫ്കുൻ മുബീൻ, ഇത് വ്യക്തമായ നുണയാണ് എന്ന് നിങ്ങൾ പറയണം. വിശ്വാസി സമൂഹത്തിന് വിശ്വാസികൾ കൊടുക്കുന്ന കരുത്തും കരുതലുമാണ് പറയുന്നത്. അതൊരു സാമൂഹിക ബന്ധത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഇനി നമ്മുടെയൊക്കെ ഊടകങ്ങളിലേക്ക് വന്നാൽ ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ, മാതാപിതാക്കൾ, അത്തരം ശൃംഖലകളിലൊക്കെയും പ്രതികരണങ്ങൾ ആവശ്യമുള്ള ഒരുപാട് ഘട്ടങ്ങളുണ്ടാകും. എങ്ങനെ പ്രതികരിക്കാൻ സാധിക്കണമെന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, നമ്മളെപ്പോഴും കഴിവ് കുറഞ്ഞ ആളുകളെ നമ്മുടെ കീഴിൽ ഒതുക്കി നിർത്താൻ നമ്മൾ ആഗ്രഹിക്കും. നമ്മളെക്കാൾ കഴിവ് കൂടിയവരോടുള്ള നമ്മുടെ പ്രതികരണങ്ങൾ കുറേ കൂടി സോഫ്റ്റ് ആയിരിക്കും. അതാണ് പൊതുവിൽ മനുഷ്യരുടെ ഒരു മാനസികമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടിൽ മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരം അവർക്ക് ഇഷ്ടപ്പെടില്ല. തൻ്റെ വീട്ടിൽ പ്രവാചകൻ വരുമ്പോൾ പ്രവാചകനെ സൽക്കരിക്കേണ്ടത് താനാണല്ലോ എന്നുള്ള സ്ത്രീ സഹജമായിട്ടുള്ള ഒരു കുശുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹയെ ആ കൊണ്ടുവന്ന പാത്രം തട്ടിക്കളയാൻ പ്രേരിപ്പിക്കുകയാണ്. തികച്ചും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതികരണം തൻ്റെ പ്രിയ പത്നിയിൽ നിന്നുണ്ടായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അവധാനതയോടുകൂടി അത് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. നിലത്ത് പോയിട്ടുള്ള വസ്തുക്കൾ, ഭക്ഷ്യ വസ്തുക്കളൊക്കെയും പ്രവാചകൻ ശേഖരിച്ച പാത്രത്തിലേക്ക് തിരിച്ചു വച്ചപ്പോൾ ആയിഷ റളിയല്ലാഹുവിൻ്റെ മനസ്സിൽ അതുവരെ ഉണ്ടായിരുന്നുള്ള എല്ലാ വൈകാരിക തലങ്ങളും മറ്റൊരു രീതിയിലേക്ക് അത് ചേഞ്ചായിക്കപ്പെടുകയാണ്, മാറുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ ഒന്ന് പ്രഹരിച്ചിരുന്നുവെങ്കിൽ, ഒരാക്ഷേപം പറഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുമാറ് ആയിഷ റളിയല്ലാഹുവിന്റെ മനസ്സ് മാറിപ്പോകുന്നുണ്ട്. ആ രീതിയിൽ ചിന്തിക്കാൻ, പ്രതികരിക്കാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. വിവാഹബന്ധം വേർപിരിയുന്ന ഘട്ടത്തിൽ 3 മാസം ഇദ്ദ ആചരിക്കേണ്ടതുണ്ട്. ആ ഇദ്ദ എവിടെയാണ് ആചരിക്കുന്നത്? ഒരൊറ്റ വിവാഹമോചന കേസിലും അത് നമ്മൾ കാണുന്നില്ല. ഇദ്ദ ആചരിക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിലാണ്. എൻ്റെ സഹോദരിയും അളിയനും തമ്മിലുള്ള വഴക്കുണ്ടാകുമ്പോൾ നമ്മൾ തെറ്റിപ്പിരിയുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് സഹോദരിയെ അളിയൻ്റെ വീട്ടിൽ നിർത്തുക? നമ്മളുടെ ഈഗോ അങ്ങനെയാണ് പുറത്തു വരിക. എന്നാൽ അള്ളാഹുവും അവൻ്റെ ദീനും നമ്മളോട് പഠിപ്പിച്ചു തരുന്നത് പുരുഷൻ്റെ വീട്ടിൽ ഇദ്ദ ആചരിക്കണമെന്നാണ്. എന്താണ് അതിൽ അടങ്ങിയിരിക്കുന്ന യുക്തി എന്ന് പറയുന്നത്?
ഈ വിവാഹമോചനത്തിലേക്ക് എത്തിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പ്രതികരണങ്ങളിൽ ഉണ്ടായിട്ടുള്ള അപാകതകൾ കൊണ്ടാകാം. ആ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ തീർച്ചയായും 3 മാസക്കാലത്തെ തുടർച്ചയായിട്ടുള്ള ഈ കാലയളവിനുള്ളിൽ ഏതെങ്കിലും ദുർബല നിമിഷത്തിലുണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണകളുടെ പേരിൽ, എടുത്തുചാട്ടത്തിൻ്റെ പേരിൽ, സൂക്ഷ്മതക്കുറവിൻ്റെ പേരിലാണ് എങ്കിൽ അത് പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. എത്ര യുക്തിഭദ്രമാണ് നമ്മുടെ മതം എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. മക്കളുമായിട്ടുള്ള പ്രശ്നം പുതിയ കാലങ്ങളിൽ, നമ്മളുടെ പഴയ നൂറ്റാണ്ടുകളിൽ നമ്മുടെ കാരണവന്മാരൊക്കെ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളല്ല നമ്മൾ അഭിമുഖീകരിക്കുന്നത്. വേണ്ടതും വേണ്ടാത്തതുമൊക്കെയായിട്ടുള്ള ഒരുപാട് സംഗതികൾ നമ്മുടെ കുട്ടികൾ കാണുന്നു, കേൾക്കുന്നു, അതിലൊക്കെ അഭിരമിക്കുന്നു. അതിൻ്റെ ഉൽപ്പന്നം എന്ന നിലയിൽ അവരുടെ സ്വഭാവങ്ങളിലും ഇടപെടലുകളിലും ബന്ധങ്ങളിലുമൊക്കെയും വളരെ മോശമായ ഒരുപാട് അനർത്ഥങ്ങൾ ഉണ്ടാകുന്നു. അതെല്ലാം ഒരു സുപ്രഭാതത്തിൽ കേൾക്കുന്ന നമ്മൾ നമ്മുടെ പ്രതികരണം കാര്യങ്ങളെ കുറെ കൂടി വഷളാക്കുന്നു. അതിനെന്ത് വേണമെന്നുള്ളതാണ്. രക്ഷിതാക്കളും കുട്ടികളും തമ്മിലുള്ള നല്ലൊരു ബന്ധത്തിൻ്റെ ഉടയാത്ത കണ്ണികളാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചെടികൾ വളർന്നു പോകുമ്പോൾ നമ്മൾ കോലുകൾ കുത്തിക്കൊടുക്കാറുണ്ട്, ആ വളർച്ചയിൽ സഹായകമാകുന്നതിന്. നമ്മുടെ കുട്ടികളാകുന്ന ചെടികൾ വളരുമ്പോൾ അവരുടെ കൈ പിടിക്കാൻ, അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ, അവരുടെ ഏതു പ്രശ്നങ്ങളിലും കൂടെയുണ്ട് എന്നവർക്ക് 100% സത്യസന്ധമായി വിശ്വസിക്കാൻ പറ്റുന്നവരായി ഓരോ രക്ഷിതാവും മാറേണ്ടതുണ്ട്. അങ്ങനെയാണ് എങ്കിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ഏറ്റവും രമ്യമായി പരിഹരിക്കാൻ സാധിക്കും. ഇസ്ലാമികമായിട്ടുള്ള പ്രാമാണികമായ പരിശോധനയിൽ പ്രതികരണങ്ങളിൽ കാണുന്ന അത്ഭുതങ്ങളാണ് ഇത് കേൾക്കുന്നത്. അത് ജീവിതത്തിൽ സ്വാംശീകരിക്കാൻ എന്തു വേണം? ഓതി വച്ച വചനത്തിന് തുടർന്നുള്ള വചനം 41-ാമത്തെ അധ്യായം സൂറ ഫസ്സിലത്തിലെ 35-ാമത്തെ വചനം. അല്ലാഹ് പറയാ, ഇത് ആർക്കാ കിട്ടുക എന്നുള്ളത്. വമാ യുലക്കാഹ ഇല്ലല്ലദീന സബറു. ക്ഷമ കൈക്കൊണ്ടവർക്കല്ലാതെ അള്ളാഹു ഒരിക്കലും അത്തരമൊരു അനുഗ്രഹം നൽകുകയില്ല. ഈ സ്വഭാവം എനിക്കും നിങ്ങൾക്കും വേണമെങ്കിൽ, ഈ പ്രതികരണശേഷി നമ്മൾ സ്വായത്തമാക്കണമെങ്കിൽ, നമ്മൾ അതിനു മുമ്പായി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടുന്ന നമ്മുടെ സ്വഭാവത്തിൽ വരുത്തേണ്ട മാറ്റം എന്ന് പറയുന്നത് ക്ഷമയുള്ളവരായി നമ്മൾ മാറണമെന്നുള്ളതാണ്. ഇമാം ബഗവി ആ ആയത്തിനെ വ്യാഖ്യാനിച്ചു, അലാ ഖലമിൽ ഖൈലി വഹ്തിമാലിൽ മക്റൂഹ്. കോപം വരുമ്പോൾ അത് അടിച്ചമർത്താൻ കഴിയണം. മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളെ സഹിക്കാനും കഴിയണം. അതാണ് ക്ഷമയുടെ ആ ഭാഗത്തെ വിശദീകരണം എന്ന് പറയുന്നത്. തന്നിലുണ്ടാകുന്ന കോപങ്ങളെ അടിച്ചൊതുക്കാനും മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളെ സഹിക്കാനും കഴിയുക എന്നതാണ്. അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. വമാ യുലക്കാഹ ഇല്ലാ ദു ഹള്ളിൻ അളീം. മഹാഭാഗ്യവാന്മാർക്കല്ലാതെ, ക്ഷമയുള്ളവർക്കല്ലാതെ ഈ അനുഗ്രഹം കിട്ടില്ലെന്ന് പറഞ്ഞു. തൊട്ട് താഴെ പറയാണ്, മഹാ അനുഗ്രഹാന്മാർക്കല്ലാതെ അള്ളാഹു, ഈ ഒരു മഹാഭാഗ്യവാന്മാർക്കല്ലാതെ ഈ അനുഗ്രഹം അള്ളാഹു കൊടുക്കുകയില്ല എന്ന്. ആരാണ് ഈ മഹാഭാഗ്യവാന്മാർ? ആയത്തിന്റെ വിശദീകരണത്തിൽ പറയാം, മാ യുലക്കാഹ ഇല്ലാ മൻ വജബത്ത് ലഹുൽ ജന്ന. ആർക്കാണോ അള്ളാഹു സ്വർഗം നിർബന്ധമാക്കിയത്, പടച്ചവന്റെ ലിസ്റ്റിൽ ആർക്കാണോ സ്വർഗത്തെ അള്ളാഹു രേഖപ്പെടുത്തിയത്, അതാണ് മഹാഭാഗ്യം എന്ന് പറയുന്നത്. ആ ഭാഗ്യവാനാണ് ഈ അനുഗ്രഹം നേടിയെടുക്കാൻ കഴിയുക. അങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രതികരണങ്ങളെ ഇടതുചാട്ടമില്ലാതെ പക്വതയോടെ വിവേകപൂർണമായി കൈകാര്യം ചെയ്യാൻ ഞാനും നിങ്ങളും പരിശീലിക്കുക. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന അസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ ഉസീകും സാനിയൻ ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വർഷം മാറി പുതിയൊരു വർഷത്തിലാണ് നമ്മൾ കടന്നിട്ടുള്ളത്.
നമ്മുടെ പഴയ കലണ്ടറുകളും ഡയറികളൊക്കെ മാറിയിട്ടുണ്ട്. തൽസ്ഥാനത്ത് നമ്മൾ പുതിയത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാലഗണന എന്ന് പറയുന്നത് പുരാതന കാലം മുതൽ തന്നെയും മനുഷ്യർ സ്വീകരിച്ചു വരുന്ന നടപടിയാണ്. ക്രൈസ്തവ ഭൂരിപക്ഷത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെ ഒത്താശകളുടെയും ഫലമായി സാർവത്രികമായി ക്രിസ്തുവർഷം കാലഗണനയ്ക്ക് ഉപയോഗിക്കുന്ന രീതി ഉണ്ടായി എന്നുള്ളതാണ്. മതപരമായ അതിൻ്റെ അന്വേഷണം മാറ്റിവെച്ചാൽ ഒരു ദിവസം നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞു പോകുമ്പോൾ, ഒരു മാസവും ഒരാഴ്ചയും കഴിഞ്ഞു പോകുമ്പോൾ ഒരു വിശ്വാസിയിൽ ഉണ്ടാകേണ്ടുന്ന മാറ്റം എന്താണ്? അവിടെയാണ് നമുക്ക് ചിന്തിക്കാൻ വകുപ്പുള്ളത്. നമ്മുടെ ആയുസിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞുപോയി എന്നുള്ളതാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഈ വെള്ളിയാഴ്ച വരുമ്പോൾ നമ്മൾ നമ്മുടെ ഖബറിലേക്ക് ഒരു ചാൻ കൂടി, അല്ലെങ്കിൽ ഒരാഴ്ച കൂടി നമ്മൾ അടുത്തിരിക്കുന്നു. ആ ഒരു വിചാരം നമുക്കുണ്ടാകണം. അത്തരം ഒരു ബോധ്യമുണ്ടായാൽ നമ്മുടെ ജീവിതത്തെ ക്രിയാത്മകമാക്കാൻ അത് പ്രേരിപ്പിക്കും. ഖുർആനിലെ 25-ാമത്തെ അധ്യായം സൂറ ഫുർഖാനിലെ 62-ാമത്തെ വചനത്തിൽ അത്തരമൊരു ചിന്ത അള്ളാഹു ഉണർത്തുകയാണ്. വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫത്തൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറ. അവനാണ് രാപ്പകലുകളെ മാറി മാറി വരുന്നതാക്കിയവൻ. എന്തിനു വേണ്ടിയാണ്? ആലോചനയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കും നന്ദി കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കും ദൃഷ്ടാന്തമായിട്ടാണ് അല്ലാഹു കൊണ്ടുവന്നിട്ടുള്ളത്. രണ്ട് കാര്യം പ്രത്യേകം പറയണം. ആലോചിച്ച് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുകയും തൻ്റെ ജീവിതത്തെ നന്ദിയുള്ളവനാക്കി മാറ്റാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നവർക്കുള്ള ദൃഷ്ടാന്തമാണ് രാപ്പകലുകൾ ഇങ്ങനെ മാറി മാറി വരുന്നത് എന്നാണ്. അപ്പോൾ ഓരോ നാളും പിന്നിടുമ്പോൾ ഈ രണ്ട് ബോധങ്ങൾ നമുക്കുണ്ടാകണം. ആലോചന എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? നമ്മളൊന്നും അറിയാത്ത അവസ്ഥയിലാണ് ഭൂമിയിലേക്ക് വന്നത്. ഇന്നിപ്പോൾ നമ്മൾ എന്തൊക്കെയാണ്, ആരൊക്കെയാണ്, എന്തിൻ്റെയൊക്കെ ഉടമകളായിട്ടുണ്ട്. നമ്മളുടെ ഇന്നലെകളെ സംബന്ധിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒന്നും കഴിയാത്തൊരവസ്ഥയിൽ വന്ന ആളുകൾ ഇന്ന് തനിക്ക് താൻ പോന്നവനായി മാറിയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ ആ പഴയ അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നതിന് ഘട്ടം വരും. ഒന്നും കഴിയാത്ത അവസ്ഥയിൽ, പിച്ചും പേയും പറയുന്ന അവസ്ഥയിൽ, ബാല്യത്തിൽ നമ്മൾ എങ്ങനെയാണോ കഴിഞ്ഞത് അതേപോലെയുള്ള അവസ്ഥയിൽ, ആ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയണം. ഈ ജീവിതത്തിൽ എന്ത് നന്ദി നമുക്ക് നമ്മുടെ രക്ഷിതാവിനോട് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു അന്വേഷണം ഉണ്ടാകണം. ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറ നഹലിലെ 53-ാമത്തെ വചനം അള്ളാഹു പറയുകയാണ്, വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങളുടെ മക്കൾ എന്തെല്ലെങ്കിലും നന്മകളുണ്ടോ ആ നന്മയൊക്കെയും പടച്ചവനിൽ നിന്നുള്ളതാണ്. അവിടെ നന്മ എന്ന് ഉദ്ദേശിക്കുന്നത് ഭൗതികമായ വിഭവങ്ങളാണ്. നമ്മുടെ വീടും സൗകര്യവും കുടിയും താമസവും വണ്ടിയും അനുബന്ധമായ സ്വത്തുവകകളൊക്കെ എന്തൊക്കെയുണ്ടോ അതൊക്കെ പടച്ചവൻ തന്നതാണ്. സുമ്മ ഇദാ മസ്സക്കുമുദ്ദുർ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ബാധിച്ചാലോ ഫഇലൈഹി തജ്അറൂൻ. മുറവിളി കൂട്ടിക്കൊണ്ട് തലയിൽ കൈവച്ച് കരഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ചെല്ലാനുള്ളതും ആ അള്ളാഹുവിലേക്ക് തന്നെയാണ്. ആനന്ദത്തിൻ്റെ ആ വലിയൊരു അവസ്ഥയിൽ നമ്മൾ മറന്നു പോകുന്നൊരു യാഥാർത്ഥ്യം അള്ളാഹു എടുത്തു നോക്കുകയാണ്. ആ പ്രയാസങ്ങൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആനന്ദിച്ച ഘട്ടത്തെയൊക്കെയും മറന്നുകൊണ്ട് വീണ്ടും അള്ളാഹുവിലേക്ക് നിലവിളിച്ചുകൊണ്ട് പിന്തിരിഞ്ഞോടാൻ നമ്മൾ തയ്യാറായി നിൽക്കും. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ നന്ദിയുള്ളവരായിരിക്കാൻ ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഖുർആനിലെ 102-ാമത്തെ അധ്യായം നമുക്കെല്ലാവർക്കും മനഃപ്പാഠമുള്ള തക്കാസുർ എന്ന് പറയുന്ന അധ്യായത്തിൻ്റെ അവസാനത്തെ വചനം സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. പിന്നീട് അന്നേ ദിവസം നിങ്ങളോട് നിങ്ങളുടെ ആസ്വാദനങ്ങളെ സംബന്ധിച്ചെല്ലാം കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ദുനിയാവിൽ നിങ്ങൾ എന്തെല്ലാം ആസ്വദിച്ചിട്ടുണ്ടോ ആ ആസ്വാദന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെയും പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. ഇത് ഏത് സന്ദർഭത്തിലാണ് ഈ വചനം അവതരിച്ചത്? മക്കയിൽ നിന്ന് ഉടതുണിക്ക് മറുതുണിയില്ലാതെ
മദീനയിലേക്ക് പലായനം ചെയ്തിട്ടുള്ള സഹാബിമാരോടാണ് പ്രവാചകൻ ഈ വചനം ആദ്യമായി ഓതി കേൾപ്പിക്കുന്നത്. വൃദ്ധനായ ഒരു മനുഷ്യൻ ചോദിച്ചു, എന്തിൻ്റെ പേരിലാണ് ഞങ്ങൾ നന്ദി പറയേണ്ടത്? അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചതിൻ്റെ കയ്യിൽ തോൽപാത്രമില്ലേ? അതിൽ വെള്ളമില്ലേ? ആ വെള്ളം നീ കുടിക്കുന്നില്ലേ? എങ്കിൽ ആ വെള്ളത്തെ സംബന്ധിച്ച് സമാധാനം പറയണം. നീ തണൽ കായുന്നില്ലേ? നിനക്ക് ലഭിച്ച തണലിനെ സംബന്ധിച്ച് നീ പറയണം. നിന്റെ കാലിൽ നീ ചെരുപ്പണിഞ്ഞിട്ടില്ലേ? ആ അനുഗ്രഹത്തെ സംബന്ധിച്ച് പറയണം. വളരെ പരിമിതമായി എടുത്തു പറയാൻ പോലും പറ്റാത്ത അത്രയും കുറഞ്ഞ വിഭവമുള്ള ആളുകളോടാണ് ഇത്രയും ശക്തമായ രീതിയിൽ പറഞ്ഞത് എങ്കിൽ അതിനേക്കാളൊക്കെയും എത്രയോ നന്മകൾ, അനുഗ്രഹങ്ങൾ, ആസ്വാദനങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ. ആ നിലയിൽ ഈ വാർഷികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വർഷം പിന്നിടുമ്പോൾ, പുതിയ വർഷത്തെ വരവേൽക്കുമ്പോൾ കേവലം ഒരു കാര്യബോധമില്ലാത്ത ആളുകൾ കാട്ടിക്കൂട്ടുന്ന പോലെ അർത്ഥമില്ലാത്ത ഗ്രീറ്റിംഗ്സുകൾ അയക്കുന്നതിന് പുറമെ അവനവന് കൃത്യമായി ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അവനവനെ പറ്റി ചിന്തിക്കാനും കൂടിയുള്ള അവസരമാണ് ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു മാറ്റം എന്നുള്ളത് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ